കുട്ടികളിലും മുതിർന്നവരിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് തലയിലെ പേന്. ഈ പേൻ ഒഴിവാക്കുന്നതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. സ്കൂളൊക്കെ തുറക്കുന്നതിന് മുൻപ് നമ്മുടെ കുട്ടികളുടെ തലയിലൊക്കെ പേന് പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അതും മുടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ തലക്കോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഈ രീതിയിൽ ഒന്ന് ചെയ്താൽ മാത്രം മതി. ഈ ഒരു പച്ചിലക്കൂട്ട് ഒറ്റ തവണ തലയിൽ തേച്ചാൽ തന്നെ നമ്മുടെ തലയിലുള്ള പേനും ഈരും ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ മുടി വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതിരുന്നാലും മുടിയുടെ പരിചരിക്കുന്നതിലുള്ള വൃത്തിക്കുറവും അതുപോലെ തന്നെ നനഞ്ഞ മുടി കെട്ടിവെക്കുന്നതെല്ലാം പേൻ ശല്യം കൂടുതലായിട്ട് വരും. പിന്നെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടികളുടെ തലയിൽ നിന്നൊക്കെ വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വേപ്പിലയാണ്. ആര്യവേപ്പിൻ്റെ ഇല, കയ്പ് വേപ്പില എന്നൊക്കെ പറയും. നീം ലീഫ്, ഇതാണ് ആദ്യം നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു 2 കൈപ്പിടിയോളം, നമ്മുടെ കൈപ്പിടിക്ക് 2 കൈപ്പിടി ആര്യവേപ്പിൻ്റെ ഇലയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇത് എടുക്കുമ്പോൾ മാക്സിമം എന്നല്ല, ഇത് നമുക്ക് ഗുണം കിട്ടണം, 100% ഇതിൻ്റെ ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പച്ചില തന്നെ വേണം കേട്ടോ. ഇതിൻ്റെ പൗഡറൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ പൗഡറിനൊന്നും ഈ ഒരു എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. നമുക്കിത് അരച്ച് വേണമെങ്കിലും ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിക്കാം. അതല്ലെങ്കിൽ ഈ ഇല നമുക്ക് കവറിലൊക്കെ ആക്കി കവറിൽ നല്ലപോലെ തന്നെ കെട്ടി വെച്ച് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളമൊക്കെ അത് കേട് കൂടാതെ ഇരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തുളസിയിലയാണ്. തുളസിയില 2 പിടിയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ തലയിലുള്ള പേന് മാറാൻ വേണ്ടിയിട്ടും തലയിലുള്ള താരം പോകാനൊക്കെ ഇത് വളരെ നല്ലതാണ്. ആര്യവേപ്പിൻ്റെ ഇലയും സെയിം എഫക്റ്റാണ് കേട്ടോ. പേന്, ഈര് ഇതൊക്കെ മാറ്റി മുടി നല്ല പോലെ തന്നെ വളരാൻ വേണ്ടിയിട്ടും ഈ ഒരു കൂട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്ക് തൊട്ട് എത്ര പ്രായമുള്ള ആളുകൾക്ക് വരെയും തലയിൽ തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി എന്ന് കേൾക്കുമ്പോൾ മുടി കൊഴിയോ ഇല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവും ഇങ്ങനെയുള്ളൊക്കെ ഒരു ചിന്ത നമ്മുടെ പലരുടെയും മനസ്സിലുണ്ടാവും. പക്ഷേ ഇഞ്ചി മുടി വളർച്ചക്കും അതുപോലെ തന്നെ അകാല നരക്കും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതിലുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പേൻ ശല്യം പോവാനും അതുപോലെ തന്നെ മുടി നല്ലപോലെ വളരാനൊക്കെ ഇത് നല്ലപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ തുളസിയുടെയും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയുടെ കൂടെ നമ്മുടെ ഇഞ്ചി നീര് കൂടിയിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ തലയിലുള്ള പേനും ഈരും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇഞ്ചി ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള നാടൻ മഞ്ഞൾപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതല്ലെങ്കിൽ നാടൻ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതില്ലെങ്കിൽ നമുക്ക് പച്ചമഞ്ഞൾ, 1 കഷ്ണം പച്ചമഞ്ഞൾ ചേർക്കാം. പിന്നെ നമുക്ക് ആര്യവേപ്പിൻ്റെ ഇല, തുളസിയില. ഇനി ഇത് നമ്മൾ അരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സാധനം തന്നെയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുൻപ് ഇത് നമുക്ക് നല്ല പോലെ തന്നെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിൽ നമ്മളൊരു 3 തവണയെങ്കിലും തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. എത്ര പേനുള്ള ചില കുട്ടികളുടെയൊക്കെ തലയിൽ നല്ല പോലെ തന്നെ പേൻ ശല്യം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പേനൊക്കെ പോകാനുള്ള ഒരുപാട് മരുന്നൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുള്ളതാവും. ഇനി പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും നമുക്കത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം അത് നമ്മുടെ മുടിക്കും ക്രമേണ തലക്കൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ അത് നല്ല പോലെ തന്നെ നമ്മൾ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി. കുറച്ച് സമയം എടുത്ത് അരച്ചെടുത്താൽ മതി. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് നല്ല പോലെ തന്നെ പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതല്ല ഇടിക്കല്ലിൽ അമ്മിയിലൊക്കെ അരച്ചെടുക്കുന്നവർക്ക് ഇത്ര തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഇടിക്കല്ലിലോ അല്ലെങ്കിൽ അമ്മിയിലോ ഒക്കെ വെച്ച് അരക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞൊരു അളവിലുള്ള വെള്ളം മാത്രം ഇതിൽ ചേർത്താൽ മതി. വെള്ളമില്ലാതെ എത്രത്തോളം ഇടിച്ചെടുക്കാൻ പറ്റുമോ ഇതിൻ്റെ നീര് കിട്ടുക അത്രയും നല്ലതാണ് കേട്ടോ. അത് ഇപ്പോൾ ദാ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളർ വ്യത്യാസം നല്ല പച്ച കളർ കിട്ടാത്തതിൻ്റെ കാരണം ഈ തുളസി ഇല അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീര് കുറച്ച് ഡാർക്ക് കളറാവും. അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് തന്നെ ആ ഒരു കളർ വ്യത്യാസം കൂടി ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് 100% ആട്ടിയിട്ടുള്ള പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് അതെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഉരുക്ക് വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ, അത് ചേർക്കാം. അതും വളരെ നല്ലതാണ്. എന്നിട്ട് ഒരു 5 സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഈ ഒരു കൂട്ടാണ് നമ്മൾ തലയിൽ തേക്കുന്നത്. ഇത് തേക്കുന്നത് മുൻപ് നമ്മളിത് 15 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതുപോലെ അടച്ച് നമ്മളൊരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നല്ലൊരു ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡാർക്കല്ല, നല്ല ഗ്രീൻ കളർ തന്നെയാണ്. അതിൻ്റെ മേൽഭാഗത്ത് മാത്രം വേറൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട് എന്നുള്ളൂ. ഇനി ഇത് തലയിൽ തേച്ച് കൊടുക്കാം. ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം. അതിന് മുൻപ് തല നല്ല പോലെ തന്നെ നമ്മൾ ചീകി കെട്ടൊക്കെ മാറ്റിയെടുക്കുക. ഇത് നമ്മൾ ഒഴിവാക്കാണ്ട് ചെയ്യണം കേട്ടോ. നമ്മൾ മുടി നല്ലപോലെ തന്നെ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ സമയമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുടി ഒന്ന് കഴുകി നല്ലപോലെ തന്നെ ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷം തേക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം എന്ന് പറഞ്ഞത്. ഇത് മുടിയിലൊക്കെ നമ്മൾ കഴുകി കളയുമ്പോൾ അത് പറ്റി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇത് വെറുതെ തലയിൽ തേച്ചാൽ പോരാ, നമ്മളിതാ ഇതുപോലെ തലയോട്ടിയിൽ തേച്ച് നല്ല പോലെ തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ മുടിയിൽ മൊത്തത്തിലായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി വേണം, ഓരോരുത്തരുടെ മുടിക്ക് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതാ എല്ലായിടത്തും നമ്മൾ തേച്ച് പിടിപ്പിക്കുക കേട്ടോ, നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഇങ്ങനെ ഉരച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു നീര് നല്ല പോലെ തന്നെ തലയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ മുടിയൊക്കെ ഒന്ന് മാറ്റി മുടിയുടെ ചീകി തേച്ച് കൊടുക്കുക കേട്ടോ, തലയോട്ടിയിൽ മുഴുവനായിട്ട് കിട്ടത്തക്ക വിധം. അപ്പോൾ അലർജിയൊന്നും ഇല്ലാത്ത, തലനീരർക്കൊന്നും ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് 1 മണിക്കൂർ തന്നെ വെക്കാം. ഇനി അലർജിയൊക്കെ ഉള്ള, അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാവും. അപ്പം നമ്മൾ മുടിയിൽ മുഴുവനായിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ ഉരച്ച് കൊടുത്ത് മുടിയിൽ മുഴുവനായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 15 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് തേച്ച് കൊടുക്കാന്നുള്ള രീതിക്ക് നമ്മളൊരു 15 മിനിറ്റാണ് തലയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളൊന്ന് നല്ല പോലെ തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കളയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം വെള്ളം തന്നെ നമുക്ക് ആവശ്യം വരും. വലിയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക, അതിലേക്ക് തല മുക്കി കഴുകുന്നതാവും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തലയിലുള്ള അഴുക്കൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു അഴുക്കല്ല, ഈ ഒരു കൂട്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മളിത് കഴുകി കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആദ്യം വെള്ളം വെച്ച് കഴുകിയതിന് ശേഷം നാച്ചുറൽ ആയിട്ടുള്ള താളിയോ അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ വെച്ചിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം. അപ്പോൾ മുടി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇത് മുടി വളർച്ചക്കും തലയിലെ പേരും ഈരൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും നല്ല പോലെ തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, റിസൾട്ട് കമൻറ്റ് ചെയ്യുക. താങ്ക്